പോലും വന്നില്ലല്ലോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും ഇല്ല. സരോജിനിയോ? ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യും. നീ എങ്ങും പോകണ്ട. ഞാൻ ആ കിഴവിയെ കണ്ട് പണത്തിന്റെ കാര്യം ചോദിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. എന്താ? ഏറ്റു. എന്നാൽ വാ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അമ്മേ, എന്താ മോളെ? വരൂ, കഞ്ഞി കുടിക്കാം. വേണ്ട മോളെ, എനിക്ക് നീ കഞ്ഞി തന്നെന്ന് രാഘവൻ അറിഞ്ഞാൽ ചിലപ്പോ അവൻ നിന്നെ ഇറക്കി വിടും. പെറ്റ തള്ളിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ട് എന്നെ ഇറക്കി വിടുന്നെങ്കിൽ വിടട്ടെ. അമ്മ വരൂ. കമലാക്ഷിയമ്മ നല്ല പുള്ളിയാണല്ലോ. എന്താ? ഞങ്ങളൊക്കെ പോലീസുകാരോട് പോയ തക്കത്തിന് ഉള്ള കാശ് പിടിച്ചോണ്ട് പോകുന്നുവല്ലേ? കാശോ? എന്റെ മോള് സത്യമായിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. വല്ലോരും എടുത്തോണ്ട് പോയി കാണും. വേല കയ്യിലിരിക്കട്ടെ. അമ്മ കാശ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ അറിയാതിരിക്കുമോ? മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാ നല്ലത്. ഓ, പോയില്ലല്ലേ? ഞാൻ പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അമ്മ നിന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇപ്പൊ സ്വർഗത്തിൽ നൂലിറങ്ങിയൊന്നു പോലെയാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ വന്നെന്നാ ചോദിച്ചത്? എനിക്ക് ഇവരുമായി ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പുതിയതായി ബിസിനസ് ഇവിടെ തുടങ്ങിക്കളയുമെന്നായിരിക്കും. ഇറങ്ങടാ വെളിയിൽ. ഞാൻ ഇറങ്ങണമെങ്കിൽ നിന്റെ അമ്മായിമ നിന്റെ കയ്യിൽ കൊണ്ടുതന്ന പണം ഇങ്ങ് തരണം. ഇവിടെ ഒരു പട്ടിയും പണം കൊണ്ട് തന്നിട്ടില്ല. പണം കിട്ടാതെ ഞാൻ പോവില്ലടാ. പോവില്ലേ? ഇല്ല. എന്നോ പിടിച്ചോളാം. ഇരുമ്പ് പിടിക്കുന്ന കൈകളാണ്. ഇനി മേലാൽ നിന്നെ കാമ്പൗണ്ടിൽ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല. നീയും നിന്റെ ആൾക്കാരുമായി ഇഷ്ടം പോലെ ജീവിച്ചു. ഏതായാലും എന്റെ കുഞ്ഞി ചെളിയിൽ വളരണ്ട. എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. ഞാനും നീയും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. മാറി നിൽക്കൂ. മുതലാളി എന്താ ഇങ്ങോട്ട്? ഞാൻ എന്തിനാ വരുന്നതെന്ന് കമലാക്ഷിയമ്മക്ക് അറിഞ്ഞൂടെ? മുതലാളി ദയവായി പുറത്തു പോകും. പോകാനോ? എന്റെ പണം ഈടാക്കാൻ വേണ്ടിയാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സാവിത്രിയെ ഇന്ന് മുതലാളിയോട് അയച്ചേ പറ്റൂ. നീ അലവണ്ട. ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പോകാനല്ലേ ഞാൻ വന്നത്. മുതലാളി ഇവിടെ കാലം കയറ്റി തരുന്ന കാര്യം ഞാനേ. എന്റെ മോളെ ഇവിടുത്തെ കൊണ്ടുപോകാനുള്ള ചങ്കുറപ്പൊന്നും അതിന് ചങ്കുറപ്പൊന്നും വേണ്ടേ. പട്ടി കഴിവാനാ പോലെ ഇവിടെ കേറിയതിനെ കൊന്നുകളയും. രാഘവ, ഞാൻ നിന്റെ സഹോദരിയാ. പക്ഷേ നീ മറ്റൊന്നും വിചാരിക്കരുത്. ഈ കുഞ്ഞിനെ എന്നെ കൊണ്ട് വളർത്താൻ സാധ്യമല്ല. എന്തു വന്നാലും എന്റെ കുഞ്ഞിനെ ഇനി അവളെ കൊടുക്കില്ല. നീ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുലകുടി മാറാത്ത കുഞ്ഞാണ്. അതിന്റെ തള്ളയെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരഞ്ഞു കരഞ്ഞ് ചത്തുപോകും. നീ ഒന്നും പറയണ്ട. വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ തള്ളയുടെ കൈ കൊടുത്തേക്കു. വഞ്ചകി,
ഞാൻ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിയുന്നതിന് മുൻപ് നീ നിന്റെ തൊഴിൽ ആരംഭിച്ചു അല്ലേ? ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരില്ലടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തും. സാവിത്രി, നീ എന്താ വല്ല നിൽക്കുന്നത്? ഒന്നുമില്ല. എനിക്കിന്ന് ഷിഫ്റ്റ് വേറെ ലൈനില്ല. വരൂ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി. അത്ര വലിയ മാളിയെ കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത്? കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കൂ. ശരിയാ, അടി തെറ്റിയ ആനയും വീഴും. ഇതാ എല്ലാം കൂടെ 7 രൂപയ്ക്കുണ്ട്. കത്രീനയ്ക്ക് ഇന്ന് തന്നെ പോണല്ലേ? അതെ സാഹിബേ. നിന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായിപ്പോയി. എനിക്കൊന്നും വേണ്ട സാഹിബേ. 10-20 വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു. സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി. എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ചുറ്റുപാടുകൾ ഞാനും മറന്നുകൂടല്ലോ. എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ്. ഒരു മകൾ വളർന്നതിന്റെ കാര്യം പോലും ഞാൻ മറന്നു. ബാലിനെ പറ്റിയും എനിക്ക് ചില കണക്കുകൂട്ടുകൾ ഉണ്ടായിരുന്നു. അതും തെറ്റി. ഇനി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫലം. It's too late. എന്താ ഡാഡി? മോളെ, ആ മാലിങ് തരൂ. ഇതാ കത്രീന. ഇല്ല സാഹിബേ, ഞാനിത് വാങ്ങില്ല. ഡെയ്സിയും എന്റെ മോളും എനിക്കൊരുപോലെയാണ്. കത്രീന, നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത്. ഇത് വാങ്ങൂ കത്രീന, ഇത് വാങ്ങൂ. ഇതാ. ഞാൻ പോകുന്നു മോളെ. കത്രീന, നീ ഇനി വരണ്ട. സാഹിബേ, നിനക്ക് ശമ്പളം തരാൻ എനിക്ക് കഴിവില്ല. വയ്ക്കോ, വയ്ക്കോ. ഡാഡി, മോളെ, 1000 ബോഗികൾ ഒന്നിച്ചു ഭരിക്കുന്നു ഒരു ഇഞ്ചിനേക്കാൾ ശക്തിയുള്ളവനായിരുന്നു ഞാൻ. ഇന്നെന്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. പാളം തെറ്റുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാലും മതിയായിരുന്നു. ചായ ബക്കം ബക്കം കുടിക്കും, കാശ് ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, മുരുക മുരുകാലയ പഴനിമല ആണ്ടവ ദർശനத்துக்கு போறேன், നേർച്ച കൊടുங்க. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, പഴനിമല കോവിലിലെ പാൽ കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലി കാവടി, കണ്ടനക്ക് ഹരോ ഹര, വേലനക്ക് ഹരോ ഹര, കണ്ടൻ. എന്താ നേർച്ച വാങ്ങിക്കാതെ ബലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുറി പഴനിക്ക് പോകാനാ ഭാവം. അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലേ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ, വ്രതവാ. കുളിക്കടാ ബായ്, കുളിക്കടാ, കുളിക്ക.
അല്ലോ ഇതിന്റെ അറ്റം കൂർത്താണല്ലോ ഇരിക്കുന്നത്. കരിയപ്പല, ഇത് നമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ടേ ഓട്ടിച്ചന് പോലീസുകാർ തലമുട്ടയടിച്ച്. അപ്പൊ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക. മരുന്നേ എന്താ മോളെ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം. ആ നമ്മൾ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. എടാ, നിനക്കും എനിക്കും ഇന്ന് ഡ്യൂട്ടി ഇല്ല. അതിനെന്താ? നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലെത്താഴം. ഓ റെഡി. പക്ഷേ തീയൽ വേണം. തീയൽ നിനക്ക് ഇത്ര ഇഷ്ടമാണ്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീയൽ കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ്. അല്ല, രണ്ടുപേരിൽ നിന്ന് ബാല പഠിക്കാണോ? ബാലന്റെ മെമ്പർന്ന് ഷോറും കൊണ്ട് പോന്നു, നമ്മൾ മേടിച്ചോണ്ട് പോന്നു. വാടാ, വേണ്ട കൂടി ഊണ. ഏയ്, എന്റെ ചോറ് ഹോട്ടലിലാണടാ. നമുക്ക് കഴിക്കാം. മോള് വാണ്ടോണ്ടേ. ശരി, നമ്മൾ വിളമ്പിത്തരാം. എന്തോ വേണം? എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് വേണം. ഇവിടെ 10-300 രൂപ കടമുണ്ട്. അത് തന്ന് വീർത്തിട്ട് കുടിച്ചാൽ മതി. എന്റെ കയ്യിൽ 5-8 രൂപയുണ്ട്. അത് കൊണ്ടുപോയി ചാരായം വാങ്ങിച്ചു കുടിക്കാം. ചെല്ലേ. ഇങ്ങോട്ട് വന്ന് സായിപ്പിനെ ആരും കാണാൻ പോകുന്നില്ല. സാർ എന്ത് വേണം? ഒന്നും വേണ്ട. എടി 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 തന്തയുടെ പ്രായമുള്ളവരെ വെറുതെ വിടത്തില്ലല്ലയോ? ആറവാണിച്ച് അച്ഛനെ, സായിപ്പ് നമ്മുടെ സ്വന്തം ആളാ. പണ്ട് റെയിൽവേയിൽ ഡിപ്ലിക്കോസ് ആയിരുന്നു. ഡിപ്ലിക്കോസോ? ആ, വലിയ ഓഫീസർ. അത് ശരി. എന്തോ വേണം? എനിക്കൊരു ബോട്ടില് വാറ്റ് ചാരായം വേണം. 10 രൂപയാവും. എന്റെ കയ്യില് 8 രൂപയേ ഉള്ളൂ. 2 രൂപ അങ്ങേര് പിന്നെ കൊണ്ടുവന്ന് തരുവാശാനെ കൊടന്ന്. ഇരിക്കേ. ഇങ്ങോട്ട് ഇരി സായിപ്പേ. എടി ചെല്ലമ്മേ, എന്തോ? ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്ക. വേണ്ട, ഇരിക്കയോ? ഞാൻ പറഞ്ഞില്ലയോ, സ്വയംബ സാധനമാ. നിങ്ങളുടെ കൂട്ടുകാരന് എരിവ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നോ? അവനും കള്ള. ഇന്നലെ നീ കൊടുത്തയച്ച തീയൽ കൂട്ടിയിട്ട് അവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ചതുപോലെ ഇരിക്കുന്നുവെന്ന്. പിന്നെ എന്താ അയാൾ വീണ്ടും കെട്ടാത്തത്? എത്ര പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല.